സ്പെഷ്യൽ പെർഫോമൻസുമായി ഒരു കലാകാരൻ എത്തുന്നു. അദ്ദേഹത്തെ നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നന്ദു ഹരീന്ദ്രൻ. ഹലോ. ഹലോ. നന്ദു എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. നാട്ടുകാരനാണല്ലേ? അതെ, നാട്ടുകാരനാണ്. ഞാൻ ദൈവം പിടി കൊച്ചിറോഡ്. അടുത്തനാണ്. എന്താ പഠിക്കണോ? എന്താ ചെയ്യുന്നു? ഞാനിപ്പോ പരിപാടി തന്നെയാണ് പോകുന്നു. സ്റ്റേജ് ഷോസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു. ഇതിന്റെ പുറകിൽ തന്നെ. അടിപൊളി. അതെ, അതാണ് മെയിൻ പരിപാടി അല്ലേ? ഇതാണ് മെയിൻ പരിപാടി. അപ്പൊ നമുക്ക് പരിചയപ്പെടൽ പിന്നെ ആകാം അല്ലേ? ആദ്യം പെർഫോമൻസ് കണ്ടാലോ? തീർച്ചയായിട്ടും. ഓക്കെ, എന്താണ് നന്ദു ചെയ്യുന്നേ? ഞാനിപ്പോ ചെയ്യുന്ന ചില താരങ്ങളുടെ ശബ്ദമാണ് അനുകരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് തന്നെ നമുക്കറിയാം വിനയ് ഫോർട്ട് ഈ വേദിയിൽ വരുവാണ്. നമ്മുടെ ഐറ്റം വേറെ എന്ന് പറഞ്ഞ ഷോ ആങ്കറിങ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചു നേരം നമുക്ക് വിനയ് ചേട്ടന് കൊടുക്കാം. അപ്പൊ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമുക്ക് അജു വർഗീസുമാണ് ഉള്ളത്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. നമുക്ക് ഇവിടുന്ന് ഇൻഫർമേഷൻ തരുമല്ലോ, ഈ സാധനം നമ്മുടെ വിനയ് ചേട്ടനും കൊടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. നമുക്ക് ഇന്നിയറിൽ പ്രൊഡ്യൂസർ പറഞ്ഞത് എനിക്കൊക്കെ ഇങ്ങനെ ഉണ്ട്, അത് നമുക്ക് പറഞ്ഞു തരും എന്താണ് പറയേണ്ടത് എന്ന്. അപ്പൊ അത് വിനയ് ചേട്ടന് എങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ റിയാക്ഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഐറ്റം വേറയിലേക്ക് സ്വാഗതം. എന്താണ് സാർ? എന്താണ്? സോറി ലൗഡിൽ സംസാരിക്കണം. ഒന്നുകൂടെ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇത് ഐറ്റം വേറയിലേക്ക് സ്വാഗതം. ചിരി വേണ്ടേ? എന്താണ്? അല്ല, എന്നെ നല്ല ചിരിയായിരുന്നു. വേണ്ട, ഒന്നുകൂടെ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇത് ഐറ്റിമറിയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യക്കാരെ നോക്കാം. ബിജുക്കുട്ടൻ ചേട്ടാ, ഹലോ. അതുപോലെ പ്രചോദേട്ടാ, നസീർക്ക, നമുക്ക് തുടങ്ങിയാലോ. എന്താണ് സാർ, കഥ പറയണോ? അല്ല, എൻ്റെ ഒരു കഥയുണ്ട്, ചെറിയൊരു കഥ. പെട്ടെന്ന് ഇറക്കാം. പ്രചോദേട്ടാ, ബിജുക്കുട്ടൻ ഞങ്ങളോട് ഞാൻ വേണ്ടില്ല. എന്താണെന്നറിയോ, കഴിഞ്ഞ ന്യൂ ഇയറിന് 31-ാം തീയതി നമ്മുടെ അവിടെ പഞ്ഞിനെ കത്തിക്കുന്ന സംഭവം ഉണ്ട്. ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാനവിടെ ബീഫ് ഒലത്തി വെച്ചു, പന്നി കറി വെച്ചു. ചേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു മെസ്സേജ്, ഹാപ്പി ന്യൂ ഇയറിന്റെ സ്റ്റിക്കർ. ഭയങ്കര മോശമായി പോയി, വളരെ മോശമായി പോയി ബിജു ചേട്ടാ. എന്താണ്, കഥ കൊള്ളില്ലേ? എങ്കിലും ഞാൻ അജു വന്നിട്ടുണ്ട്. അജുനെ വെൽക്കം ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് അജു ആണ്. അജു. വിനയ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? വിജയേട്ടാ, പ്രചോദേട്ടാ, നസീർക്ക, എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. വേറൊന്നുമല്ല, എന്റെ സർവ്വമായ സിനിമ ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എനിക്കത് കേട്ടാൽ മതി. ഞാൻ ഈ കോമഡി എല്ലാം മാറ്റിയിട്ട് ഞാൻ കുറച്ചു നേരം സീരീസ് പിടിച്ചു. അപ്പൊ ഈ സീരീസ് കാരണം ഈ സർവ്വമായി വന്നപ്പോൾ വീണ്ടും ഞാൻ കോമഡിയിലേക്ക് പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇനിയും കോമഡി വേണം, അതിനാണ് ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരെ അവിടെ ചെല്ലട്ടെ. അവിടെ പോയിരുന്നാ മതി. ഓക്കെ, അങ്ങനെയാണ്. നന്ദു ആക്ച്വലി ഇത് ചെയ്തപ്പോ എനിക്ക് ശരിക്കും അജു ചേട്ടന്റെ ഒരു ചായ കൂടി തോന്നി. അടിപൊളിയായിരുന്നു. പിന്നീട് നമുക്ക് ഷൈൻ ഡൗൺ ചാക്കാണ് ഈ വേദിയിൽ വരുന്നെങ്കിൽ നോക്കാം. അദ്ദേഹത്തിന്റെ ലൈവില് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, എന്താണ് സെറ്റപ്പ്? എന്താണ്? എനിക്ക് മനസ്സിലായി എന്താണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ സാധനം പോയി ചന്ദ്രനിൽ പോകുന്നല്ലേ? എന്നാ ഒരു സംഭവം ഞാൻ പറയാം. ചന്ദ്രനിൽ ഒരു മനുഷ്യനും കാലുകുത്താൻ പറ്റില്ല. ചന്ദ്രനിൽ ഒരു മനുഷ്യനും കാലുകുത്തിയിട്ടില്ലെന്ന് മനസ്സിലായില്ലല്ലേ? ഇവിടുന്ന് ഒരു സാധനം നേരെ റോക്കറ്റ് വിക്ഷേപിച്ച് അവിടെ പോയി. അവിടുന്ന് അങ്ങനെ തിരിച്ചെങ്ങനെ വരും? എങ്ങനെ വരും? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പറയാൻ മതി. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ജിനി ജോസഫിന്റെ 5-ാം പാതിര എന്ന് പറഞ്ഞ സിനിമയിലെ ശബ്ദ ഡയലോഗ് നോക്കിയിട്ട് നോക്കാം. മാഡം, ഇങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു ഫേമസ് ക്രിമിനോളജിസ്റ്റാണ് അൻവർ ഹുസൈൻ. ഫോറൻസിക്കാരും ഒന്ന് കീറി വെച്ചും പോയ ബോഡിയാണ്. താൻ വേണമെന്ന് നോക്കി വെച്ചും പോ. പിന്നോട് അൻവറേ, കൂടുതൽ കിടന്ന് ചകയാൻ നിൽക്കണ്ട. താങ്ക് യു. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ മുൻ മുഖ്യമന്ത്രി മൺമറഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി.
നമ്മുടെ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ശബ്ദം, ആ സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് പറയാൻ ഇവിടെ. പ്ലീസ്. ഞാൻ അന്ന് KSUവിൽ വരുന്ന സമയത്തിന് മുമ്പാണ് ഈ നിയോജക മണ്ഡലങ്ങൾ എന്താണെന്നൊന്നും അറിയാത്ത സമയമാണ്. അന്ന് തെങ്ങാണ് എൻ്റെ ചിഹ്നം. അതെൻ്റെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ കൊണ്ട് ഓരോ സ്ഥലത്തും സ്ഥാപിച്ചു. അങ്ങനെയാ ഞാൻ അവരുടെ കുഞ്ഞുഞ്ഞായത്. ആ സ്നേഹം എനിക്കെപ്പോഴും അവരോട് കാണും. അടിപൊളി. നന്ദു, ഉമ്മൻചാണ്ടി നന്നായിരുന്നു. ഈ അജു വർഗീസിന്റെ ഏതെങ്കിലും സിനിമയിലെ ശബ്ദം പറയാമോ? തീർച്ചയായിട്ടും അജു വർഗീസിന്റെ ഹൃദയം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ലെങ്ത് ഡയലോഗ് ഉണ്ട്, അതെടുക്കാം. എന്നും പറയുന്ന കുറെ എന്തിനും വിചാരമുണ്ട്. ഇതിനെല്ലാം വേണമൊക്കെ വെട്ടിക്കാണല്ലോ. കാൻഡിഡ് ഫോട്ടോഗ്രാഫി, ട്രഡീഷണൽ ഫോട്ടോഗ്രാഫി, ട്രഡീഷണൽ വിത്ത് കാൻഡിഡ് ഫോട്ടോഗ്രാഫി. ഹെലിക്കുമ്പോൾ ജിമ്മിളിച്ച് പൊലിക്കടെ മൂട്. എന്നിട്ട് ഇവിടെമാർക്ക് പോകുന്നതോ ആ ടൗൺ ഹോളോട്ട്. അവിടെയാണ് AC ഇല്ല, ഫ്രിഡ്ജും ഇല്ല, പുല്ല് ഫാനും ഇല്ല. അവിടെ കുറെ സാരി എടുത്ത് അനുമാര് വീർത്ത് വിളിച്ച് സ്റ്റീം പത്രത്തിൽ നിപ്പ. ഇപ്പൊ തള്ള പറഞ്ഞ കേട്ടില്ലേ? അവര് ചിരി ചൊറ്റ ഫോട്ടോ ഇല്ലെന്ന്. എടേ ചിരിക്കാത്തവരെ ചിരിപ്പിക്കാൻ ഞാനിന്ന് മോർഫിക്കാൻ പഠിച്ചിട്ടുണ്ടോ? താങ്ക് യു. ഞാൻ അവസാനമായിട്ട് എടുക്കാൻ പോകുന്നത് പുന്നപ്പുറ പ്രശാന്ത് അയ്യപ്പ ബൈജു. അദ്ദേഹത്തിന്റെ ശബ്ദമാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേജിൽ എങ്ങനെയാണെന്നുള്ളത്. വഴിയരികി പതിനായി ചിരിച്ചു നിൽക്കും ബൈജു. അരി കിട്ടിയാലോടക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. മൈ നെയിം ഇസ് ബൈജുവിൻ്റെ ഒരു ബൈ കേട്ടോ. ഇത് നോക്കിയതേ, ആമ്പിളടിച്ച് കൂമ്പാട്ടിച്ചുമ്പോ കൊച്ചു പിള്ളേർ വേണം തല്ലിട്ടുണ്ട് ഇഷ്ടം പോലെ. എനിക്ക് രണ്ടെണ്ണം കിട്ടിയില്ല, പറ്റത്തില്ലെന്ന് അതിന്റെ സുഖം അറിയാൻ പാടില്ല ഇങ്ങോട്ടന്ന്. താങ്ക് യു സോ മച്ച്. അയ്യോ, ഇത് പ്രശാന്തുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ട്രൂപ്പിൽ നേരത്തെ കളിച്ചിട്ടുണ്ടോ? അതെ, അത് എൻ്റെ സ്വന്തം അമ്മാവനാണ്. അമ്മയുടെ ആങ്ങളെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ മാമന്റെ ശബ്ദം എടുത്ത് ഇതുപോലെ റിവീൽ ചെയ്യുന്നത്. എൻ്റെ മാമനാണ്. ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. അല്ല, എന്തായാലും ഗംഭീരമായിരുന്നു.